ഹായ് മക്കളെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. അപ്പം നല്ല കുറച്ച് മഴയൊക്കെ പെയ്തുകാണ്ട് എല്ലാവരൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുകയാണല്ലേ. നല്ല ചൂടും വെയിലൊക്കെ കഴിഞ്ഞുകാണ്ട് പിന്നെ എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടി, നല്ല ഉസാറായി റാഹത്തായി സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അപ്പം മക്കളെ, നമ്മൾ പിന്നെ എന്നും ഇറച്ചി മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പം നമ്മൾ തൊടുവിൽ കുറച്ച് ചീര ഉണ്ടായിക്കണേ. താനുണ്ടായ ചീരയാണ്, ആരും കുഴിച്ചിട്ടൊന്നുമല്ല. അപ്പം അങ്ങനെ കുറച്ച് നല്ല ഒരു കുത്ത് പോലും ഇല്ലാത്ത നല്ല അടിപൊളി ചീര ഉണ്ടായിരിക്കണം. അപ്പം ഇന്ന് അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി. എന്നും ഉണ്ടല്ലോ മീനൊന്നും ഉണ്ട് കേട്ടോ. മീൻ പൊരിച്ചും ചെയ്യാം, ചീര താളിച്ചും ചെയ്യാൻ കരുതി. എന്നുണ്ട് ചിക്കനും മീനൊക്കെ. അപ്പോൾ ഇതാ നല്ല ഒരു മരുന്നും അടിച്ചാത്ത നല്ല അടിപൊളി ചീര നമുക്ക് കിട്ടിയിരിക്കണത്. കുറച്ച് തോനുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നല്ലോണം കഴുകിക്കാണ്ട് അരിയട്ടെ. കഴുകിക്കാണ്ടൊന്ന് അരിയണം, അരിഞ്ഞിട്ടൊന്ന് കഴുകണം. അപ്പോൾ അത് നമ്മളതൊക്കെ ഒന്ന് കത്തിയിട്ട് കാണ്ടൊന്ന് ചെറുതാക്കി ഒന്ന് അരിയാണ്. അതിൻ്റെ മുമ്പ് അതിൽ വല്ല പുഴുക്കളോ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടോ ഒക്കെ നോക്കണം. നല്ലോണം ശ്രദ്ധിച്ച് കാണ്ടാണ് നമ്മൾ ചീര ഒക്കെ നോക്കുന്നത്. അപ്പോൾ ചീര അരിയണേൻ്റെ അടിയിൽ കൂടെ നമ്മളിവിടെ സ്വലാത്തും ചൊല്ലണുണ്ട്. അത് സ്ഥിരമായിട്ട് 1000 സ്വലാത്ത് നമ്മൾ ചൊല്ലണതാണ്. അപ്പോൾ നിങ്ങൾക്കും ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഇഷ്ക് മദീന ഫാമിലി എന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ വരും കേട്ടോ. അപ്പോൾ പണി എടുക്കണതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമുക്ക് ചെല്ലാം. അതേമാതിരിയുള്ള കൗണ്ടിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് സ്വലാത്തുള്ളത്. നമുക്ക് എണ്ണ നോക്കൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി പോയാൽ മതി, എണ്ണ കയ്യിലുണ്ടാവും. അപ്പോൾ ചീരൊക്കെ നന്നാക്കി വെച്ചുകൊണ്ട് പിന്നെ രാവിലത്തെ അപ്പം കുറച്ചും കൂടി ഉണ്ടായിരുന്നു ചുടാൻ. അപ്പോൾ അത് ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പുറത്ത് ചോറ്റിനുള്ള വെള്ളവും വെച്ചിരിക്കണ്. അതൊക്കെ കഴിഞ്ഞ് ചോറ്റിന് അരിയൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സോഫ കുറേ ദിവസമായിരുന്നു തുടച്ചിട്ട്. കുട്ടികൾ ഇങ്ങനെ ചളിക്കാലുകൊണ്ട് ചവിട്ടി കയറിയിട്ട് പിന്നെ അതിൽ ചളിയൊക്കെ കഴിക്കണം. ഇതിമൊന്നും വിരിച്ചിട്ടുമില്ല. അപ്പോൾ ഒന്ന് സോഫ ഒന്ന് തോത്താന്ന് കരുതി. അപ്പോൾ അങ്ങനെ സോഫയൊക്കെ നല്ലോണം തോത്തിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ എപ്പോഴൊന്നും മെനക്കെടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പണിക്ക് തോന്നുമ്പോഴേ അതിനൊക്കെ ഒരുങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് സോഫ തോത്താനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ നല്ലോണം തോത്തിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് തോർത്താൻ. അങ്ങനെ നമ്മൾ സോഫയൊക്കെ തോത്തിരിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം തോത്തിരിക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.